പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എല്ലാവരും എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ചിലർ ചോദിക്കുന്നത്, ഇങ്ങനെ ഡിമാൻഡ്സൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചോദിക്കും. കുറേ ജീവിതത്തിൻ്റെ അകത്ത് കുറേ ഡിമാൻഡ്സ്, ഇൻറ്റൻഷൻസ്, നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ചിലർ ചോദിക്കുന്നത്, മാതാവിൻ്റെ പ്രാർത്ഥനാ രീതിയാണെങ്കിൽ നമ്മളത്, ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ, പിന്നെ ആലപ്പുഴ പോയി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നടത്തേണ്ട കാര്യമുണ്ടോ? അതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അങ്ങനെ ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഉടമ്പടിക്ക് എനിക്ക് കിട്ടിയ നോട്ട്, ഉടമ്പടി ഉടനടി പരിഹാരമെന്ന 2016 ഉടമ്പടിയെക്കുറിച്ച് അമ്മ ആദ്യം ഇത് ജനങ്ങളിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ജനങ്ങളോട് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറയണം. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉടനടി പരിഹാരം എന്ന് പറയുമ്പോൾ ആ വിഷയം സമയത്തെയാണ് ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യണതെന്ന്, അതാണ് സ്പീഡ് ആക്കണത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം ജനങ്ങളെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊരു ബിസിനസ് ടോൺ അതിൻ്റെ അകത്ത് ഉണ്ടാകും എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാനിങ്ങനെ എല്ലാത്തിനെയും റീസണബിളായിട്ടും ലോജിക്കായിട്ടും ആദ്യം കൊണ്ടുവരുന്ന ആളാണ്. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം, ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ടെന്നും. പക്ഷേ എന്നോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മനസ്സിൽ തന്ന ആന്തരിക ബോധ്യം, ഉടമ്പടിയിലോട്ട് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ദൈവികമായ ഇടപെടൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം ആ ഒരു ബോധ്യം വന്ന കാരണം ഞാൻ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന്, ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ കൃപാസനം പത്രം നോക്കിയാൽ മനസ്സിലാകും ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ. കാര്യം എല്ലാ മാസവും ഒരു 10-20 പേരെങ്കിലും ഇങ്ങനെ മിന്നൽ വേഗത്തിൽ അവിടെ ജീവിത വിഷയങ്ങളിൽ വർഷങ്ങളായിട്ട് ഇടപെടാതിരുന്ന ദൈവം ഇങ്ങനെ മിന്നൽ പോലെ ഇടപെടുന്നത് കാണാം. അതാണ് ഞങ്ങൾ കൃപാസനം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലും അകത്ത പേജിലുമൊക്കെ പ്രഥമ പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ, ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ. ചിലർക്ക് പറ്റുന്ന ഒരു ചെറിയൊരു വിഷയം, തുടക്കക്കാർക്ക് മാത്രമേ ഉള്ളൂ. അവർ ഉടമ്പടി എടുക്കും. പക്ഷേ അതിൻ്റെ അത് നമ്മൾ ദൈവത്തോട് ചെയ്യാൻ ഏറ്റ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ മാറ്റിവെക്കും. അപ്പം നമ്മൾ പത്രം കൊടുക്കാൻ താമസിക്കും. രോഗികളെ പോയി കണ്ട് സമാശ്വസിപ്പിക്കുകയോ നമ്മുടെ പങ്ക് അവരുമായി പങ്കുവെക്കുകയോ ചെയ്യത്തില്ല. അവർ കുമ്പസാരിക്കാനൊക്കെ താമസിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ആഴ്ച 2-3 സാക്ഷ്യങ്ങൾ വന്നു. ഇതുപോലെയൊക്കെ അവർ താമസിക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ ദൈവം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ദൈവം കൃത്യമായിട്ട് ആ സംഭവം ചെയ്യും. നമ്മളിങ്ങനെ പത്രം കൊടുക്കാതെയും അല്ലെങ്കിൽ അതിൻ്റെ ഉടമ്പടി ജീവിത രീതികൾ അനുസരിച്ച് ലൈഫ് കൺവേർട്ട് ചെയ്യാതെയുമൊക്കെ ഇരുന്നാലും
ദൈവം അത് കൃത്യമായിട്ട് ചെയ്യണത് കാണാം. അതിൻ്റെ കാരണം അത് വാഗ്ദാനങ്ങളിലുള്ളതാണ്. ഇത് വെച്ച് നിങ്ങൾ ദൈവത്തെ മുതലെടുക്കാൻ പറയുകയല്ല. ദൈവം അതിൻ്റെ വാഗ്ദാന നടപടി പ്രകാരമേ വാഗ്ദാനം അനുസരിച്ച് പോകത്തുള്ളൂ. സ്കീമുണ്ട് അതിൻ്റെ. എന്താണ് എൻ്റെ സ്കീം? എന്താണ്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, അല്ലേ? അതാണ് എൻ്റെ സ്കീം. ഇപ്പം നമ്മൾ അവിശ്വസ്ത കാണിച്ചാലും ദൈവം നമ്മളോട് അതനുസരിച്ച് കാണിക്കത്തില്ല. ദൈവം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇതാണ് ബിബ്ലിക്കൽ സ്കീം എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ പ്രോമിസിനെ സ്കീമായിട്ടാണ് ഇത് ഉടമ്പടി കാണുന്നത്. അങ്ങനെ ഒരു സ്കീമുണ്ടെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ അവിശ്വസ്തത തുടരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ ഉടമ്പടി ഇവിടെ ഉഴപ്പുന്നുണ്ടല്ലോ, ഞാൻ പത്രം കൊടുക്കുന്നില്ലല്ലോ, എന്നിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാലും, അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും ഉടമ്പടിയുടെ ഒരു പ്രശ്നം, ഉടമ്പടി അതിനെ തന്നെ സേവ് ചെയ്യും. നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടിക്ക് അതിൽ തന്നെ അതിൻ്റെ ആ ഉടമ്പടിയുടെ റിക്വയർമെൻറ്റ്സ് ഉടമ്പടി തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണ കാണാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനിലോ തേർഡ് സെക്ഷനിലോ വരുമ്പോൾ, ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങൾ ഉടമ്പടി ഉഴപ്പി, പിന്നെ നിങ്ങൾ കൃപാസനത്തിൽ വന്നില്ല, പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സേഫായിട്ടിരുന്നാലും നിങ്ങൾ സേഫല്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണ കൊണ്ട് തന്നെ നമ്മൾ ഉടമ്പടിയിൽ അവിശ്വസ്ത കാണിച്ചാലും ദൈവം വിശ്വസ്തനായത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡ്യൂട്ടി ഹെവി ആവും. ഉടമ്പടി വെച്ച കാലത്തുള്ളതിനേക്കാൾ ലൈഫ് മുമ്പത്തെക്കാളും ഗുരുതരമാകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തു, ഉടമ്പടി ഉഴപ്പി, പത്രം കൊടുത്തില്ല, കുമ്പസാരിച്ചില്ല, കുർബാന കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് നമുക്ക് പറയാം, ഉടമ്പടി എന്നാൽ എന്തൊക്കെ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്ത് തരുന്നുണ്ട്, ഉഴപ്പിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് അങ്ങനെയാണ്. പക്ഷേ ഒരു 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ ഈ ആൾക്കാർക്ക് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഉടമ്പടി അവരെടുക്കാൻ വന്നതിനേക്കാളും ഗ്രാവിറ്റിയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ലൈഫിൽ പിന്നെ വരാൻ തുടങ്ങും. പണ്ട് അവർക്കുണ്ടായിരുന്ന ഭാരങ്ങളെ കൊണ്ട് കഴുത്ത് ഉളുക്കത്തില്ലായിരുന്നു, പിന്നീട് കഴുത്ത് ഉളുക്കുന്ന ഭാരങ്ങൾ വരും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യുക? അവർ ഭൂരിഭാഗം മനുഷ്യരും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട്, ഇപ്പോൾ സോഫി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ സാക്ഷിയാണ്. അപ്പോൾ അവൾ ഈ ആഴ്ച ഉള്ളതാണ്. അവളെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഉടമ്പടി ഉഴപ്പിയിട്ടും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം ഉതക്കാൻ തുടങ്ങി, കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെയായി.
അപ്പോൾ അവരെന്നാ ചെയ്ത്, അവൾ രണ്ടാമത് കുമ്പസാരിച്ച് ഉടമ്പടി പുതുക്കിയിട്ട് ഈ പണ്ട് പത്രം കൊണ്ട് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇവൾ മറന്നു പോയായിരുന്നു. ആ പത്രം കൊടുത്തില്ല. വീടിൻ്റെ അലമാരുടെ മുകളിലും പെട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പഴയ പത്രങ്ങളങ്ങനെ ഇരിക്കുകയും. അവസാനം മാതാവ് ഓരോന്നേ കാണിച്ചു കൊടുക്കും. കാര്യം എന്താണ്, അതെല്ലാം കടവല്ലേ. അതാണ് വിഷയം. പത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ പത്രം കൊടുക്കുക, അത് വേറെ വല്ല കടയിലൊക്കെ വല്ലൊക്കെ അറിയാതെ എടുത്ത് ഉടമ്പടി എടുക്കാത്തൊരു വീട്ടിൽ വല്ല ഭ്രാന്തും കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നൊന്നര തീരുമാനം വരുന്നു. പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറയത്തല്ലേ, അതുപോലെ. എന്താ കാര്യം, അത് ദൈവത്തെ ആക്ഷേപിച്ചതിന് തുല്യമാണ്. പിന്നെ ഇവർ ഇക്ഷ ഇണ്ണ എന്നൊക്കെ പറഞ്ഞ് വരക്കും. മര്യാദക്കൊന്നും വരക്കണ കാണാം, ഒരു കുഴപ്പമില്ല, വരക്കും. അപ്പം അതിന് നിങ്ങൾക്ക് മാർഗമില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇരട്ടി പത്രം വാങ്ങിച്ചിട്ട് വീണ്ടും പത്രം പ്രാർത്ഥനയോടെ വിതരണം ചെയ്യുക. അത് തന്നെ ചെയ്യാതെ വേറെ മാർഗമില്ല. അതിന് പകരം ആർക്കെങ്കിലും കാശ് കൊടുത്ത് ആശുപത്രിയിൽ പോയി പൊതിച്ചോറ് കൊടുക്കുന്നൊരു കാര്യമില്ല. എന്താണ് നിങ്ങൾ ഉഴപ്പിയത്, ആ സാധനം പൂർവാധികം ശക്തമായിട്ട് അത് തന്നെ ചെയ്യേണ്ടി വരും. സോഫിയയ്ക്ക് മാതാവ് അവൾ ഒളിച്ചു വെച്ച പത്രങ്ങളെല്ലാം സ്വപ്നത്തിൽ കാണിക്കാൻ തുടങ്ങി. അപ്പം കാര്യം ഒറ്റ നടക്ക് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ. അവളുടെ കാര്യങ്ങളെല്ലാം അവൾ വിചാരിക്കുന്നതിനേക്കാൾ സെറ്റായിട്ട് മാതാവ് ചെയ്തു കൊടുക്കും. പക്ഷേ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ് ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഉടമ്പടി ഓരോരോ കൊല്ലം ചെല്ലുന്തോറും ഇപ്പം നമ്മൾ പറയണത് പലപ്പോഴും കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ല. അങ്ങനെ കൃപാസനം അനുഭവിക്കുന്ന ഒരു ആധ്യാത്മിക പ്രതിസന്ധിയാണ്. ഞങ്ങൾ ഇവിടുന്ന് പറയണ കാര്യങ്ങൾ കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പബ്ലിക്കിന് ഇപ്പോൾ ഈ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഡോക്ടർ സിസിര പറയണത്, ഇതിൻ്റെ അകത്ത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു പീഡിയാട്രിക്കാണ്, ശിശുരോഗ വിദഗ്ധയാണ്. അപ്പോൾ അവർ പറയണത് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ ലോജിക്കല്ല. ഇപ്പം ഡോക്ടേഴ്സ് എങ്ങനെയാണ് കാണുന്നത്, ഡോക്ടേഴ്സ് ഒരു വിഷയത്തെ കാണുന്നത് സയൻറ്റിഫിക് ഓർ നോട്ടെന്നേ കാണത്തുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക് അല്ലാത്ത അവരുടെ ബ്രെയിൻ അങ്ങനെ കുറേ നാൾ മെഡിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ, സയൻസ് ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബ്രെയിനെല്ലാം പ്രത്യേക രീതി ടോണ്ടായി. എന്താണ്, ലോജിക്ക് കൺകർ ചെയ്യാത്ത, റീസൺ കൺകർ ചെയ്യാത്ത, യുക്തിസഹമല്ലാത്ത വിഷയങ്ങളെയെല്ലാം അവർ റിജക്റ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും നമുക്ക് വരുന്ന വിഷയം യുക്തിസഹമല്ലെന്ന്. നമുക്കിപ്പോൾ ചിലർ ഉപ്പ് കൊണ്ടുപോയി തളിക്കത്തില്ലേ, എവിടെയാണ് ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വാതിക്കൽ കൊണ്ടുപോയി കൃപാസനം ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. ചിലർ ആശുപത്രി പോകാൻ നേരത്തെ സ്കാനിങ് തുടങ്ങുന്നതിന് മുമ്പ് കൃപാസനം ഉപ്പിട്ട് ആ സ്കാനിങ്ങിൻ്റെ വാതിക്കൽ ഉപ്പ് തരിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. അപ്പോൾ ഇതൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ കോമൺ പബ്ലിക്കിന്, പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്തോ ഒരു മനുഷ്യനെ പറ്റിക്കൽ പരിപാടിയാണെന്ന് തോന്നും. അതാണ്, ലോജിക്കലായിട്ട് കൺകർ ചെയ്യുന്നില്ലല്ലോ. നമ്മളിടുന്ന ഉപ്പും ഈ നടക്കാൻ പോണ സംഭവവും തമ്മിൽ കൺകർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ലോജിക്കലല്ലെന്ന് പറയണത്, ലോജിക്കലല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനം ഈ ഡോക്ടർ ശിശിരയും ഇതിൻ്റെ അകത്ത് പകുതി മുക്കാലും ലോജിക്കലല്ല എന്നുള്ള ആശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം വരണത്, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കൽ അല്ലെന്ന് തോന്നിയാലും വെൻ ഇറ്റ് ബിക്കംസ് അവർ ഓൺ പേഴ്സണൽ അഫെയർ, നമ്മളുടെ സ്വന്തം കാര്യമായിട്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ലോജിക്ക് നോക്കത്തില്ല, സയൻസ് നോക്കത്തില്ല, കാര്യം നടക്കുവാന്നേ നോക്കത്തുള്ളൂ. അതാണ് വിഷയം. നമ്മളുടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ചെയ്യണ ലോജിക്കല്ല എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വിഷയം ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെന്താണ് ചെയ്യണത്, എത്രയും വേഗം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കത്തുള്ളൂ.
അത് ലോജിക്കാണോ സയൻറ്റിഫിക്കാണോ അല്ലല്ല, ലോജിക്കല്ലേ എന്നല്ല മനുഷ്യൻ നോക്കണത്. എന്താ കാര്യം? ലോജിക്കോ സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സെൻസിബിളോ ആണോ അല്ലേ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്കെന്ന് പറയണത്. അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഇങ്ങനെ ഇരുന്ന് വെച്ച് ഡോക്ടർ ശിശിരയ്ക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നം വന്ന് അവരുടെ ആദ്യത്തെ കുഞ്ഞിന് ഒരു സിബ്ലറ്റിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവർ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി. ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ അതിന് കുറേ പ്രോബ്ലംസ് വന്നു. ഇവരാരാണ്? ശിശുരോഗ വിദഗ്ധയാണ് അല്ലേ? അപ്പോഴേ ഇവരുടെ കുഞ്ഞിന് പ്രശ്നം വന്നപ്പോഴേ ഈ ലോജിക്ക് അവിടുന്ന് മാറും. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ലോജിക്കല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്വന്തമായൊരു പ്രശ്നം വരുമ്പോഴാണ് വിശ്വാസം എന്താണ്, ലോജിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകേണ്ടത്. മറ്റുള്ളവരെ നമുക്ക് അത് ലോജിക്കല്ല, റീസണബിൾ അല്ല എന്നൊക്കെ പറയാമെങ്കിലും നമ്മളുടെ ഒരു വിഷയമായി മാറുമ്പോൾ നമ്മളെ ഫെയ്റ്റിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യും. നമ്മുടെ ഫെയ്റ്റിന് നമ്മളുമായിട്ടൊരു അഭിമുഖം വരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുന്നത് അത് ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ലോജിക്കലാണോ നോൺസെൻസ് ആണോ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും അവിടെ ലോജിക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിന് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർ നേരെ കൺവേർട്ട് ചെയ്യും. തൽക്കാലം സയൻസിനെ മാറ്റിവെക്കും. അതാണ് വിഷയം. ഇത് എന്ത് ചെയ്യും? അവർ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം അടിവയറ്റിൽ കുരിശിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. ആ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ ആ രീതിയിലാണ് ആ സാക്ഷ്യം എടുത്തത്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് പറയും, ഞാൻ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്കാനിങ് മെഷീൻ്റെ അവിടെ കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അല്ല, അപ്പോൾ കാര്യം പറഞ്ഞാൽ കണ്ടില്ലേ? അപ്പോൾ ടോട്ടലി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കുമായിട്ട് ഒരു ബ്രെയിൻ ടോൺ ചെയ്താലും എന്നിട്ട് ഇവർ ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിശിര പറയണത് പല കാര്യങ്ങളും ബിയോണ്ട് സയൻസാണ്. ആൻഡ് ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. കാര്യം എന്താണ്? അവർ ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് ബിയോണ്ട് സയൻസാണ്, ശാസ്ത്രാതീതമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പം ശാസ്ത്രത്തിനപ്പുറത്ത് ഒരു ശക്തി എല്ലാ മേഖലകളിലും നമ്മളെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ശാസ്ത്രപ്പുറത്ത്. ഇനി ശാസ്ത്രത്തിന് പുറത്ത് ഒരു എല്ലാ വിഷയങ്ങൾക്കും വരുന്ന ഒരു ഫെയ്ത്തിൻ്റെ ഓപ്ഷൻ, വിശ്വാസത്തിൻ്റെ ഒരു സാധ്യത. ഈ വിശ്വാസത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെഷീനറി, അതാണ് പ്രോബ്ലം. ഇപ്പം ഡോക്ടർ ശിശിര പറയുന്നു ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. എന്നിട്ട് ഈ പവറിന് പക്ഷേ നമ്മളുടെ ഗർഭത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ പവറിനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന തിയറി എന്താണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് തിരിച്ച് മറച്ചു വിട്ടാൽ എന്താ പറയണത്? നോട്ട് ബൈ ലോജിക് ബട്ട് ബൈ ഫെയ്ത്ത്. കണ്ടാ, അപ്പോൾ ലോജിക്ക് ഇല്ല ഇവിടെ ജീവിതത്തിൽ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ? അതാണ് ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതെന്താണ്? അത് പഴയ നിയമവും പുതിയ നിയമവും കൺകർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. പുതിയ ആൾക്കാരൊക്കെ അത് കേൾക്കണം. പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യോസ് 2:8 ഏറ്റു പറഞ്ഞു. എഫേസ്യോസ് 2:8. ഈ എഫേസ്യോസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. എഫേസ്യോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, 2-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസം വഴി
കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതായത് ആർജിതമല്ല, അനുഗ്രഹമാണെന്ന് പറയത്തില്ലേ. അപ്പം നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും രണ്ടായിട്ട് തിരിക്കും നമ്മൾ. എന്താണ് ആർജിതവും എന്ന് വെച്ചാൽ ആർജിതം നമ്മൾ നേടിയെടുത്തത്, പിന്നെ അനുഗ്രഹപ്രകാരം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് എൻ്റെ വിഷയം. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ്? പ്രാർത്ഥനയല്ല, പ്രഖ്യാപനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ പ്രഖ്യാപനം തന്നെ. ഇപ്പം പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. വിശ്വാസം നമുക്ക് ദൈവത്തിനത് സാധ്യമാണെന്ന് പറയുമ്പോഴും ഈ ദൈവത്തിന് ഡോക്ടർ ശിശുയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 തരം മിഷനറിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്താണ്? പ്രെയർ. രണ്ടാമത്തത് എന്താണ്? പ്രഖ്യാപനം. മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. സാധാരണ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ആത്മീയ മേഖലയിലും ദൈവത്തിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരും ആത്മീയമായിട്ടൊക്കെ കാര്യങ്ങൾ സമീപിക്കുന്നവരും പകുതി മുക്കാലും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയണത് എന്താണ്? എൻ്റെ പ്രോബ്ലം, യഥാർത്ഥ പ്രോബ്ലം, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതാണ് ഏറ്റവും പ്രശ്നം. ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രാർത്ഥനയുടെ ഒരു പരാധീനത എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതായത് താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം. എന്താ താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം എന്ന് പറയണത്? നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യണം? നമ്മളിരുന്നുകൊണ്ട് ചിലർക്ക് കർണക്കൊന്ത ചെല്ലും. അത് മടിച്ചുകൾ മാത്രമേ കർണക്കൊന്ത ചെല്ലത്തുള്ളൂ. ജപമാലയെക്കുറിച്ചൊക്കെ ആഴമായ ബോധ്യങ്ങളില്ലാത്തവരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. കർണക്കൊന്ത സഭയുടേതാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ എപ്പോഴും ഓർക്കേണ്ടത് രക്ഷാകര ദിവ്യരഹസ്യങ്ങൾ അട്ടിമുട്ടി നിറഞ്ഞു നിൽക്കുന്ന കാലത്തിലൂടെ പ്രയോഗിച്ച് യുദ്ധങ്ങൾ ജയിച്ച പരിശുദ്ധ ജപമാല നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ബുദ്ധിയും ബോധമുള്ളവർ വേറെ അത് ഉപയോഗിച്ചിട്ട് മാത്രമേ മറ്റുള്ള അതിനേക്കാൾ ഇതുവരെ പ്രൂവൺ ചെയ്യാത്ത വിഷയങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. ഇതൊക്കെ പ്രൂവ് ചെയ്യണേ. ഇപ്പോൾ കണ്ണക്കൊന്തൊക്കെ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 50 കൊല്ലം പോലും ആയില്ല. അതൊക്കെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ വിശ്വാസ രാക്ഷസന്മാരൊക്കെ വരുമ്പോൾ പ്രൂവ് ചെയ്യാമായിരിക്കും. പക്ഷേ കണ്ടൻറ്റ് വൈസ് എപ്പോഴും എങ്ങനെയാണ്? കൃപാസനം എപ്പോഴും പ്രൊമോട്ട് ചെയ്യണത് എന്താണ്? ജപമാല മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, വേറെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയണത് മറ്റേ തെറ്റാണെന്നല്ല പറയുകയല്ല, അത് സഭ അംഗീകരിച്ചതാണ്. പക്ഷേ മിഷനറിയുടെ പവർഫുൾനെസ് വ്യത്യാസമുണ്ട്. രക്ഷാകര സംഭവങ്ങളെ അഷാദ രഹസ്യം മുതൽ ഭൂസ്വലോകം രാജ്ഞിയായിട്ട് മുടിതിരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാതാവിനെക്കുറിച്ചല്ല ധ്യാനിക്കുന്നത്. സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. രക്ഷാകര സംഭവങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അത് ഇത്തിരി പാടുവാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല, ശരിക്കും പാടുവാണ്. അപ്പം കൃപാസനം മിനിസ്ട്രിയുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ജപമാല ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അച്ഛന് വേറെ ഒരു ഓപ്ഷൻ തരാനില്ല. കാരണം ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തിയിട്ട് ലളിതമായ എന്തെങ്കിലും ലഘുരൂപങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, അതിൻ്റെ ഒരു റിസൾട്ട് അതിന് ആനുപാതികമായിരിക്കും. ഇപ്പം ജപമാലക്കാണെങ്കിൽ യുദ്ധങ്ങൾ ജയിച്ച ചരിത്രമുണ്ട്. ജനലക്ഷങ്ങളെ മാനസാന്തരപ്പെടുത്തിയ തലമുറകളെ അതിജീവിപ്പിച്ച ചരിത്രമുണ്ട്. അത്രയും വലിയ മിഷനറി ചരിത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത് മാറ്റിവെച്ചിട്ട് കരുണയായിരിക്കണമെന്ന് മാത്രം ഇങ്ങനെ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വരുന്നത് ബിഗിനേഴ്സിന് കുഴപ്പമില്ല. പക്ഷേ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതൊരിക്കലും. ഇതിൻ്റെ പേരിൽ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്
പലരുടെയും ആധ്യാത്മിക തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാര്യം നിങ്ങളിത് കളയാതെ തന്നെ ജപമാല അതിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള കർണക്കൊന്ത പോലെയുള്ള ചെല്ലേണ്ടതായിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ട് പറയണതാണത്, വളരെ സീരിയസ് ആയിട്ട്. കാര്യം ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള പല വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് മാതാവ് ഇങ്ങനെ ഒരു സെൻറ്റർ തന്നെ തുടങ്ങി ലോകം മുഴുവൻ എത്ര പെട്ടെന്നാണ് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത ജനലക്ഷങ്ങൾ ഫലം കണ്ട് തുടങ്ങിയത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണ്? ആൾക്കാരെ സാധാരണ പ്രാർത്ഥനകളെക്കാളും ജനങ്ങൾ പ്രഖ്യാപനത്തിലേക്ക് വന്നു. പ്രഖ്യാപനത്തെക്കാളും ജനങ്ങൾ പ്രയോഗത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് അത്രയും വ്യത്യാസം വന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രയോഗങ്ങളാണ്. വിശ്വാസത്തെ ഇപ്പോൾ സിസ്റ്റർ എന്നാ പറയണത്, അവരുടെ ഡെലിവറിക്ക് മുമ്പും അവർ ഉദരത്തിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് വിശ്വാസപ്രമാണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഉപ്പ് തളിച്ചാലും ഉടമ്പടി തൈലം ധരിച്ചാലും അതിങ്ങനെ വെറുതെ ഇങ്ങനെ തൂത്ത് വെക്കണമല്ല പ്രശ്നം. അത് പ്രയോഗവിധിയാണ്. അത് പ്രയോഗവിധി ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. അതെന്താണ്? ഒരു പ്രഖ്യാപനത്തോടു കൂടി ഒരു വിഷയം പ്രയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണം തെറ്റിക്കാച്ചല്ലോ എന്ന് അച്ഛൻ എപ്പോഴും പറയും. നിങ്ങൾ ഉപ്പിടുമ്പോഴും നിങ്ങൾ തൈലം പൂശുമ്പോഴും എന്ത് ചെയ്യണം? വിശ്വാസപ്രമാണം, നിങ്ങളെ വിശ്വാസപ്രമാണം പ്രഖ്യാപിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം. പക്ഷേ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. എന്താ റിസ്ക്? ദൈവത്തിന് തോന്നണം നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കണം. ഗതികേട് കൊണ്ട് 90% പേരും വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ദൈവത്തിന് തോന്നണില്ല. ഇത് ഏതാണ്ട് പിച്ചുമ്പയും പറയണ പോലെയാണ് ദൈവത്തിന് തോന്നണത്. അപ്പോൾ ദൈവത്തിന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും ചെവി ചെമ്പരത്തിപ്പ് വെച്ചിട്ട് ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കണമെന്ന് തോന്നത്തുള്ളൂ ദൈവത്തിന്. പല ആൾക്കാരും വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ പിച്ചുമ്പയും പറഞ്ഞ പോലെയാണ് ആൾക്കാർക്ക് ദൈവത്തിന് തോന്നണത്. ഇപ്പം ദൈവത്തിന് തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എത്രയും വേഗം ചെവി ചെമ്പരത്തിപ്പ് വെച്ചിട്ട് ഊളംപാറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് തോന്നും. എന്താ കാര്യം? വിശ്വാസപ്രമാണം കണാകുണാന്നും പറഞ്ഞ് ചെല്ലിവിടുകയാണ്. അങ്ങനെയല്ല. വിശ്വാസപ്രമാണം യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയുകയാണ്. ദൈവം അവനെ മരിച്ചവൾ നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോഴെന്താ സംഭവിക്കേണ്ടത്? അപ്പോൾ രക്ഷ പ്രാപിക്കും, ക്രിസ്തുവിനെ പ്രാപിക്കും. അപ്പം വിശ്വാസപ്രമാണം ഇല്ലാതെ നിങ്ങൾ ഈ ഉപ്പോ ഉടമ്പടി തൈലമോ ഒന്നും ചെയ്തിട്ടൊരു കഥയുമില്ല. ആ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ എന്താണ് വിശ്വാസപ്രമാണം ചെല്ലാൻ കാരണം? അതിൻ്റെ കാരണം എന്താണ്? അത് രക്ഷയുടെ സമവാക്യമാണ്. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ഈ വിഷയം. ഒരു വിഷയത്തിൽ നമ്മളുടെ കയ്യിൽ നിന്നൊരു വിഷയം പോയാൽ, നമ്മുടെ കയ്യിൽ നിന്നൊരു വിഷയം പോയി, രോഗിയായി, സുഖപ്പെടണില്ല, സാമ്പത്തികമായി കടമായി, ജപ്തിയായി, ജീവിതം കയ്യിൽ നിന്ന് പോയി. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എന്താ ചെയ്യണത്? അഡീഷണൽ സ്ട്രെങ്ത് ആണൊരു വ്യക്തിക്ക് വേണ്ടത്. അതിന് അഡീഷണൽ സ്ട്രെങ്ത്, ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അഡീഷണൽ സ്ട്രെങ്ത്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എക്സ്ട്രാ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ റോമ 10:9. എന്താണ്? യേശു കർത്താവാണ്. ഏറ്റു പറഞ്ഞേ, യേശു കർത്താവാണ് എന്ന്